Hello students, today I am going to discuss the next very important topic from the chapter Structure of Atom, that is quantum mechanical model of atom. Yes, on the basis of de Broglie equation and Heisenberg's uncertainty principle, a new model of atom was developed. This is known as ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോഡേൺ ഐഡിയാസ് നമുക്കറിയാം. ഡി ബ്രോളിയുടെ മാറ്റർ വേവ് എന്ന കോൺസെപ്റ്റ്, ഡി ബ്രോളി ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആൻഡ് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ രണ്ട് മോഡേൺ ഐഡിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ആറ്റം മോഡൽ കെമിസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്തു. ദാറ്റ് ആറ്റം മോഡൽ ഈസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. യെസ്, പ്ലീസ് ലിസൺ. According to Louis de Broglie, electrons behaves like wave. Electrons possess wave nature. Okay, then in quantum mechanical atom model, the electrons are considered as negatively charged cloud which possess particle nature and wave nature. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡൽ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ചാർജുള്ള ക്ലൗഡായിട്ടാണ്. അതായത് ഈ ക്ലൗഡിന്, നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ക്ലൗഡിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉള്ള നെഗറ്റീവ്ലി ചാർജഡ് ക്ലൗഡാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇത്തരത്തിലുള്ള നെഗറ്റീവ്ലി ചാർജഡ് ക്ലൗഡ്സ് നമുക്ക് കാണാൻ പറ്റും. യെസ്, ആൻഡ് പ്ലീസ് ലിസൺ. ദ ബേസിസ് ഓഫ് ദിസ് മോഡൽ ഈസ് Schrödinger wave equation. Schrödinger wave equation. ഈ ഇക്വേഷൻ Schrödinger wave equation describes the behavior of electron in an atom. The basis of the quantum mechanical atom model is Schrödinger wave equation, and this equation, the Schrödinger wave equation, describes the behavior of electron in an atom. Yes, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് Schrödinger wave equation. The equation is, please listen, H cap into psi equal to E into psi. Please listen. Here H cap is a mathematical operator. Multiplication, ഡിവിഷൻ പോലുള്ള ധാരാളം മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് എച്ച് ക്യാപ്. ഓക്കെ, എച്ച് ക്യാപ് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഈ ആറ്റം മോഡൽ പഠിക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സ് എന്നത് സയൻസിന്റെ വലിയൊരു ബ്രാഞ്ചാണ്. ഓക്കെ, അതിലെ 2-3 പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ +1 ലെവലിൽ പഠിക്കുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. യെസ് സർ, H cap is a mathematical operator which is called a Hamiltonian operator. Psi, psi. Okay, psi എന്ന് വായിക്കാം. Psi is a wave function. A wave function. The wave function is nothing but the amplitude of electron wave. Amplitude of electron wave. Psi is a wave function which represents what? Amplitude of electron wave. Okay, amplitude. നമുക്കറിയാം, when amplitude of a wave increases,
its intensity also increases. Okay, psi represents wave function, and this wave function is yes, amplitude of electron wave. Amplitude of electron wave. Yes, electron wave in the yes amplitude. The psi. So different electron waves have different amplitudes. Different electron waves have different amplitude. When amplitude of the electron wave increases, the intensity of electron wave also increases. Yes, and E represents total energy of electron. Total energy of electron. When this Schrodinger wave equation is solved, several solutions are known as wave functions are obtained. നമുക്കറിയാം ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We'll get answer. We'll get solutions. Okay? അതുപോലെ ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനെ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്? വേവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് psi 1, psi 2, psi 3, etc. ഡിഫറെന്റ് വാല്യൂസ് ഓഫ് psi. ദാറ്റ് മീൻസ് ഡിഫറെന്റ് ഇലക്ട്രോൺ വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടുന്നു അല്ലേ? ഡിഫറെന്റ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഡിഫറെന്റ് ഇലക്ട്രോൺ വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. യെസ്, പ്ലീസ് ലിസൺ. ഈച്ച് വേവ് ഫംഗ്ഷൻ means each value of psi, the solution of that Schrodinger wave equation, each wave function corresponds to definite energy state and is called orbital. ഓരോ വേവ് ഫംഗ്ഷനും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ എനർജി സ്റ്റേറ്റിനെയാണ്. ദിസ് എനർജി സ്റ്റേറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ. അങ്ങനെ ഒരു ന്യൂ കോൺസെപ്റ്റ് ഉണ്ടായി ഇൻ ദ കേസ് ഓഫ് ആറ്റം. ഓർബിറ്റൽ. യെസ്. അപ്പോ what is meant by orbital? Orbital is the three-dimensional region of space around the nucleus in which the probability of finding the electron is maximum. Orbital is the three-dimensional region of space around the nucleus in which the probability of finding the electron is maximum. അതായത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കണ്ടുമുട്ടാനുള്ള പ്രോബബിലിറ്റി മീൻസ് നമ്മുടെ ഭാഷയുടെ സാധ്യത ഓക്കെ കൂടുതലുള്ള ചില റീജിയൻസ് ഉണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. അത് 3 ഡയമെൻഷനലാണ്. ആ 3 ഡയമെൻഷനൽ റീജിയനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള ചില സ്ഥലങ്ങൾ, സം റീജിയൻ ഓഫ് റീജിയൻസ്, ഇതാണ് ഓർബിറ്റൽ. അവിടെ എന്തായിരിക്കും ഈ ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതായത് ദ വാല്യൂ ഓഫ് psi എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും, ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ന്യൂ കോൺസെപ്റ്റ് ഉണ്ടായി. ഓക്കെ, ഓർബിറ്റൽ. അതാണ് ഹെയ്സൻബർഗ് പറഞ്ഞത്. ഒരിക്കലും ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പൊസിഷൻ നമുക്ക് പറയാം ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി, സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ, ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ചില റീജിയനിൽ ഇലക്ട്രോൺസിനെ കണ്ടുമുട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആ സ്പേസിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റൽ. Okay, orbital. Then what are the differences between orbit and orbital? First difference നമുക്കറിയാം, ഡെഫിനിഷൻ അല്ലേ? എന്താണ്? ഓർബിറ്റ് ഈസ് ദ സർക്കുലർ പാത്ത് in which electrons are revolving around the nucleus. Okay, ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, പേപ്പറിൽ നോട്ട് ചെയ്യുക. ഓർബിറ്റ് ഈസ് ദ സർക്കുലർ പാത്ത് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ബട്ട് ഓർബിറ്റൽ is the three-dimensional region of space around the nucleus in which the probability of finding the electron is maximum. Then, orbit
Next difference, number 2, orbit represents planar motion of electron. ഒരു പ്ലെയിനിൽ കൂടിയുള്ള ഇലക്ട്രോണിന്റെ മോഷനെയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്ലാനർ മീൻസ് 2 dimensional. അപ്പോൾ നമുക്ക് പറയാം സെക്കൻഡ് ഡിഫറൻസ്, ഓർബിറ്റ് represents 2 dimensional motion of electron, but orbital represents 3 dimensional motion of electrons. Okay, orbital represents 3 dimensional motion of electrons. And third difference, orbits are circular in shape, but orbitals having different shape. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓർബിറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. Next difference, the maximum number of electrons that can be accommodated in an orbit is 2n squared. An orbit can accommodate maximum of 2n squared electrons. Here n represents the shell number 1, 2, 3, etc. Okay, for example, for K shell n equal to 1, K shell can accommodate 2 into 1 squared, maximum of 2 electrons. L shell n equal to 2, L shell can accommodate 2 into 2 squared, that is 8 electrons. But an orbital can accommodate maximum of 2 electrons. An orbital can accommodate maximum of 2 electrons. And the last difference, the concept of orbit is against with the modern idea like Heisenberg's uncertainty principle. The concept of orbit is against with the modern idea like Heisenberg's uncertainty principle. Orbit എന്ന കൺസെപ്റ്റ് മോഡേൺ ഐഡിയ ആയ ഹേസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് എതിരാണ്, എഗെയിൻസ്റ്റ് ആണ്. ബട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മോഡേൺ ഐഡിയ ലൈക്ക് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റ് ഉണ്ടായത്. യെസ്, ഓക്കെ, ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റ് ഉണ്ടായത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാണ് ഹേസൻബർഗ് പറഞ്ഞത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ പൊസിഷൻ അൺസർട്ടൈൻ ആണ് എന്നാണ് ഹേസൻബർഗ് പറഞ്ഞത്. ബട്ട് വി ക്യാൻ determine the position of electron around the nucleus of an atom in terms of probability. അല്ലേ, പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റ് ഉണ്ടായത്. അല്ലെ, ഓർബിറ്റലിന്റെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ. ഓർബിറ്റൽ ഈസ് ദ 3-dimensional region of space around the nucleus of an atom in which the probability of finding the electron is maximum. ഇതാണ് ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടം മെക്കാനിക്കൽ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ ക്വാണ്ടം നമ്പേഴ്സ് എന്ന വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.